ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം ലോകത്തിന് നൽകിയ വരദാനമാണ് വിശുദ്ധ അന്തോനീസ്. ജീവിതകാലത്തും അതിനുശേഷവും ഉണ്ടായിട്ടുള്ള നിരവധി അത്ഭുത പ്രവർത്തന വരത്താൽ അനേകർക്ക് ആശ്വാസ കേന്ദ്രമാണ് ഈ വിശുദ്ധൻ. ലോകജനതയുടെ മനസ്സുകളിൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ദീപം തെളിയിക്കാൻ അയക്കപ്പെട്ട വിശുദ്ധൻ. 36 വർഷം മാത്രം നീണ്ടുനിന്ന ആ ജീവിതം സംഭവബഹുലവും കർമ്മനിരതവുമായിരുന്നു. സഭയുടെ വേദപാരംഗതൻ എന്ന പദവിയിലേക്ക് ഉയർന്ന പുണ്യചരിതനായ അദ്ദേഹത്തിൻ്റെ ജീവിതകഥ പ്രേക്ഷിത തീഷ്ണത ഉണർത്തുന്നതുമാണ്. യൂറോപ്പിലെ പുരാതന രാജ്യമായ പോർച്ചുഗലിലെ ലിസ്ബൺ നഗരത്തിലെ കുലീനമായ ഒരു പ്രഭു കുടുംബത്തിൽ 1195 ഓഗസ്റ്റ് 15 വിശുദ്ധ അന്തോനിയുടെ ജനനം. മാതാപിതാക്കളായ മാർട്ടിൻ തെരേസ ദമ്പതികൾ മകന് ഫെർണാണ്ടോ എന്ന മാമോദിസ പേര് നൽകി. പരിശുദ്ധ മാതാവിനോട് അഗാധമായ ഭക്തിയും സ്നേഹവുമുണ്ടായിരുന്ന അമ്മയായ തെരേസ മകനെ നന്നേ ചെറുപ്പത്തിൽ തന്നെ പരിശുദ്ധ മാതാവിന് സമർപ്പിച്ചിരുന്നു. വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങൾ ഫെർണാണ്ടോ വേഗം സ്വന്തമാക്കി. തൻ്റെ ഉള്ളിലെ ദൈവിക ചൈതന്യം തിരിച്ചറിഞ്ഞ ഫെർണാണ്ടോ തൻ്റെ മാതാവിൽ നിന്നും ഇടവക ദേവാലയത്തിൽ നിന്നും ദൈവിക ചൈതന്യം സ്വായത്തമാക്കി. 1210 15-ാമത്തെ വയസ്സിൽ അഗസ്റ്റിനിയൻ സന്യാസ സഭയിൽ ചേർന്നു. ലിസ്ബണിലും കോയിംബ്രയിലെയും ആശ്രമങ്ങളിൽ പഠനവും പ്രാർത്ഥനയുമായി ഫെർണാണ്ടോ വൈദികനായി തീർന്നു. ഇതിനിടയിൽ ഫ്രാൻസിസ്കൻ വൈദികരുടെ മിഷണറി പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായ അദ്ദേഹം താൻ അംഗമായിരുന്ന ആശ്രമത്തിലെ അധികാരികളുടെ അനുമതി വാങ്ങി 1220 ഫ്രാൻസിസ്കൻ സന്യാസ സഭാ സമൂഹത്തിൽ ചേർന്ന് അന്തോനി എന്ന പുതിയ പേര് സ്വീകരിച്ചു. വേദസംബന്ധിയായ പുസ്തകങ്ങളും വിശുദ്ധരുടെ ജീവചരിത്രങ്ങളും പഠിച്ച് ധീരതയോടുകൂടി പ്രസംഗിക്കാൻ അദ്ദേഹം തയ്യാറായി. പാപമാർഗത്തിൽ ജീവിച്ച അനേകം പേർ അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രഘോഷണത്താൽ മാനസാന്തരപ്പെട്ടു. വചനപ്രഘോഷണ വേളകളിലെല്ലാം അന്തോനിക്ക് മതവിരുദ്ധരുടെയും അവിശ്വാസികളുടെയും എതിർപ്പുകൾ പലയിടത്തു നിന്നും നേരിടേണ്ടി വന്നിരുന്നു. തൻ്റെ അസാധാരണമായ വാഗ്വൈഭവവും അത് ഉൾക്കൊണ്ടിരുന്ന ചൈതന്യവും കൊണ്ട് എതിർത്തവരിൽ ഭൂരിഭാഗത്തെയും വിശ്വാസത്തിൻ്റെ പാതയിലേക്ക് ആനയിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അതിനായി അവർക്ക് മുമ്പിൽ വെച്ച് തന്നെ പല അത്ഭുതങ്ങളും ചെയ്യാൻ അന്തോനിക്ക് ഭാഗ്യനിയോഗവുമുണ്ടായി. വിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ സാന്നിധ്യം എതിരാളികൾക്ക് മനസ്സിലാക്കി കൊടുത്തതായുള്ള അത്ഭുതവും പ്രസിദ്ധമാണ്. ഒരിക്കൽ മാതാവ് ഉണ്ണീശോയെ അന്തോനിയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കാഴ്ച അദ്ദേഹം താമസിച്ചിരുന്ന ഭവനത്തിലെ കുടുംബനാഥൻ കാണുകയുണ്ടായി. അതിനാലാണ് ഉണ്ണീശോയെ കയ്യിൽ പിടിച്ചിരിക്കുന്നതായി വിശുദ്ധ അന്തോനീസിൻ്റെ ചിത്രങ്ങളിലും രൂപങ്ങളിലും നാം കാണുന്നത്. അന്തോനി പാദുവ നഗരത്തിൻ്റെ നാമത്തോട് ചേർന്നാണ് അറിയപ്പെടുന്നത്. തൻ്റെ പ്രേക്ഷിത യാത്രകളുടെ ഒടുവിൽ 1230 അദ്ദേഹം പാദുവായിൽ എത്തിച്ചേർന്നതാണ് ഇതിൻ്റെ കാരണം. പാവങ്ങളുടെ പടയാളി എന്ന നിലയിൽ അദ്ദേഹം അവിടെ സേവനം ചെയ്തു. ദാനധർമ്മത്തിന് അദ്ദേഹം ആഹ്വാനം നൽകി. വിശുദ്ധന് പാവപ്പെട്ടവരോടുള്ള സ്നേഹവും പരിഗണനയും കാണിക്കുന്നതാണ് ലോകമെങ്ങും അദ്ദേഹത്തിൻ്റെ പേരിൽ നൽകപ്പെടുന്ന ദാനധർമ്മങ്ങൾ. ഈ ദാനധർമ്മങ്ങളെ വിശുദ്ധ അന്തോനീസിൻ്റെ അപ്പം എന്നാണ് വിളിക്കുന്നത്. ദരിദ്രരെ ചൂഷണം ചെയ്യുന്നവരെയും സാമ്പത്തികമായി അനീതി നടത്തുന്നവർക്കെതിരെയും അദ്ദേഹം ശബ്ദമുയർത്തി. സുവിശേഷ പുണ്യങ്ങളായ ദാരിദ്ര്യം, ലാളിത്യം, എളിമ, അനുകമ്പ, ധീരത, സമാധാനം തുടങ്ങിയവയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാതൽ എന്ന സന്ദേശം അദ്ദേഹം നൽകി. വിശ്രമമില്ലാത്ത തുടർച്ചയായ യാത്രകളും ദീർഘമായ പ്രഭാഷണങ്ങളും സുഖസൗകര്യങ്ങളെല്ലാം ത്യജിച്ചുകൊണ്ടുള്ള അതിലാളിത്യമാർന്ന ഫ്രാൻസിസ്കൻ ജീവിതശൈലിയും അന്തോനിയെ രോഗാതുരനാക്കി. 1231 ജൂൺ 13 അന്തോനിയുടെ ആത്മാവ് നിത്യതയുടെ ലോകത്തേക്ക് യാത്രയായി. ഒരു വർഷം തികയുന്നതിന് 13 ദിവസം മുൻപ് 1232 മെയ് 30 ഗ്രിഗറി 9 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. 1946 ജനുവരി 16 12 പിയൂസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വേദപാരംഗതരുടെ ഗണത്തിൽ ചേർത്തു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മണ്ണോട് ചേർന്നെങ്കിലും ഉണർവോടെയും ഗാംഭീര്യത്തോടെയും ദൈവമഹത്വവും വചനവും പ്രഘോഷിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ നാവ് അഴുകാതെ പൂജിതമായ തിരുശേഷിപ്പായി പാദുവായിലെ ദേവാലയ ചാപ്പലിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. പാപത്തിൻ്റെ കറ ലവലേശമേൽക്കാത്ത ദൈവസ്തുതികൾ ആലപിക്കാനും അതേറ്റുപാടാനും മനുഷ്യരാശിയെ ഉദ്ബോധിപ്പിച്ച
ആ പൊൻനാവിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ലോകമെമ്പാടും തുടർന്നുകൊണ്ടിരിക്കുന്നു. വന്ധ്യകളുടെയും ഗർഭിണികളുടെയും നഷ്ടപ്പെട്ട സാധനങ്ങൾ കണ്ടുകിട്ടുന്നതിനും യാത്രക്കാരുടെയും ദരിദ്രരുടെയുമൊക്കെ പ്രത്യേക മധ്യസ്ഥനാണ് വിശുദ്ധ അന്തോനീസ്. വിശ്വാസത്തിൽ വളരാനും ദിവ്യകാരുണ്യ ഭക്തിയിൽ ആഴപ്പെടാനും വിശുദ്ധ അന്തോനീസിൻ്റെ മാധ്യസ്ഥ്യം നമുക്ക് അപേക്ഷിക്കാം.